ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രക്തത്തെക്കുറിച്ചും അതിൽ പ്ലാസ്മയെക്കുറിച്ചുമാണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ചുവന്ന രക്താണുക്കളെക്കുറിച്ച് പഠിക്കാം. RBC അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ എന്ന് പറയും. ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം, RBCയുടെ ശാസ്ത്രീയ നാമം എരിത്രോസൈറ്റ്സ് എന്നാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് RBC എന്ന് പറയുന്നത്. 120 ദിവസമാണ് ഇതിൻ്റെ ആയുസ്. ചുവന്ന രക്താണുക്കളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഡിസ്ക് ഷേപ്പ് ആണ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഗ അല്ലെങ്കിൽ സ്പ്ലീൻ ആണ്. ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എരിത്രോസൈറ്റ്സ് എന്നാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ. അതിൻ്റെ ഷേപ്പ് ഡിസ്ക് ഷേപ്പാണ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഗ അല്ലെങ്കിൽ സ്പ്ലീൻ ആണ്. ഇനി മർമ്മമില്ലാത്ത രക്തകോശമാണ് RBC. മർമ്മമില്ലാത്ത, അപ്പോൾ കോശങ്ങൾക്ക് മർമ്മം കാണുമല്ലോ, അപ്പോൾ മർമ്മമില്ലാത്ത രക്തകോശമാണ് RBC. എന്നാൽ RBC മർമ്മമുള്ള ഒരു ജീവിയുണ്ട്, അത് ഒട്ടകം ആണ്. ഒട്ടകത്തിന്റെ രക്തത്തിൽ RBCയിൽ മർമ്മം ഉണ്ട്. ഇനി രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിലേക്ക് ഓക്സിജന്റെ ആഗിരണം നടത്തുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ രക്തത്തിലേക്ക് ഓക്സിജനെ ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്നു. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇനി രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ലോഹം ഉണ്ട്, അത് ഇരുമ്പാണ്. ഇരുമ്പാണ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഈ ഇരുമ്പിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. അപ്പം അനീമിയ ഉണ്ടാകുന്നത് രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ ആണ്. എന്നാൽ RBCയുടെ അളവ് രക്തത്തിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. ഈ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 മില്ലി ലിറ്റർ രക്തത്തിൽ 45 മുതൽ 60 ലക്ഷം വരെ ആണ്. അപ്പോൾ ഇത്രയാണ് ചുവന്ന രക്താണുക്കളെ കുറിച്ച് പറയാനുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എരിത്രോസൈറ്റ്സ് എന്നാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് RBC. 120 ദിവസം ആണ്. ഇതിൻ്റെ ഷേപ്പ് ഡിസ്ക് ഷേപ്പ് ആണ്. കോൺകേവ് ടൈപ്പ് ആണ്. ഇനി ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഗയാണ് അല്ലെങ്കിൽ സ്പ്ലെയിൻ ആണ്. മർമ്മം ഇല്ലാത്ത കോശമാണ്, രക്തകോശമാണ് RBC. അപ്പോൾ മർമ്മമില്ലാത്ത രക്തകോശം ഏതാണ്? RBC. എന്നാൽ RBCയിൽ മർമ്മമുള്ള ഒരു ജീവിയുണ്ട്, ഒട്ടകമാണ്. ഒട്ടകത്തിന്റെ രക്തത്തിലെ RBCയിൽ മർമ്മം ഉണ്ട്. ഇനി രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിലേക്ക് ഓക്സിജനെ ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അതുപോലെ രക്തത്തിൽ കാണുന്ന ഒരു ലോഹമാണ് ഇരുമ്പ്. ഈ ഇരുമ്പിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. RBCയുടെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. അതുപോലെ രക്തത്തിൽ 1 മില്ലി ലിറ്റർ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന RBCയുടെ അളവ് എന്ന് പറയുന്നത് 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ആണ്. അപ്പോൾ ഇത്രയാണ് ചുവന്ന രക്താണുക്കളെ കുറിച്ച് പറയാനുള്ളത്.
അപ്പോൾ ഇതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ RBCയുടെ ശാസ്ത്രീയ നാമം എന്താണ് എന്ന് ചോദിക്കും. എരിത്രോസൈറ്റ്സ് ആണ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലീഗ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ് എന്ന് ചോദിക്കാം. ഹീമോഗ്ലോബിൻ. അതുപോലെ മർമ്മമില്ലാത്ത കോശം രക്തകോശം ഏതാണ് എന്ന് ചോദിക്കും. RBC. ഇരുമ്പിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിക്കും. രക്തത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അത് അനീമിയ ആണ്. അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നു. അതുപോലെ 1 മില്ലിലിറ്റർ രക്തത്തിലുള്ള RBCയുടെ അളവ് എത്രയാണ് എന്ന് ചോദിക്കും. 45 മുതൽ 60 ലക്ഷം വരെ ആണ്. ഇത്രയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.